Dear students, welcome to Winners Academy Montessori Teachers Training Class. നമ്മൾ എടുക്കുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന പേപ്പറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇംഗ്ലീഷ്. അതിലെ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. Importance of communication. Communication means ആശയവിനിമയം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആശയവിനിമയം. അപ്പൊ എന്താണ് ഈ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം? അപ്പൊ നമുക്കറിയാം, ഒരു കമ്മ്യൂണിക്കേഷന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഈ ലോകത്തിന്റെ മുഴുവൻ ജീവിത സ്പന്ദനങ്ങളെയും നമ്മൾ എന്താക്കുന്നത്? ബന്ധിപ്പിച്ചു പോകുന്നത് കമ്മ്യൂണിക്കേഷനെയാണ്. വിത്തൗട്ട് കമ്മ്യൂണിക്കേഷൻ അവർ വേൾഡ് ഈസ് സീറോ. നമ്മുടെ ലോകം തന്നെ എന്താവും? നിശ്ചലമാവും. അപ്പൊ കമ്മ്യൂണിക്കേഷന് അതിൻ്റെതായിട്ടുള്ള എന്തിന്റെ പ്രാധാന്യമുണ്ട്. അപ്പൊ ഇവിടെ ഓൾ ലിവിങ് ബീങ് കമ്മ്യൂണിക്കേറ്റിംഗ് എമംഗ് ദംസെൽഫ് യൂസിങ് ദിയർ ഓൺ മെത്തേഡ്. അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള എന്താണ്? ഒരു മെത്തേഡ് ഉണ്ട്. അപ്പൊ അത് ഹ്യൂമൻ ബീ ആയിക്കോട്ടെ, ഒന്നുകിൽ മനുഷ്യനാകാം, അല്ലെങ്കിൽ ബേർഡ്സ് ആകാം, പക്ഷികളാകാം, അല്ലെങ്കിൽ ഏനിമൽസ് ആകാം, അല്ല മറ്റേത് തരത്തിലുള്ള ജീവികളായാലും. ഓൾ ലിവിങ് തിങ്സ്, ഈ ലോകത്തുള്ള എല്ലാ ജീവനുള്ള ജീവികൾക്കും എന്തുണ്ട്? ഏതെങ്കിലും തരത്തിൽ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്തുണ്ട്? കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്. അപ്പൊ അതിൽ നമുക്കറിയാം മനുഷ്യന്റെ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. സോ there are a number of means of communication and man's communication his idea to others through language. അപ്പൊ സാധാരണഗതിയിൽ മനുഷ്യന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ എങ്ങനെയാ? ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ നമുക്ക് പറയാം, ഒന്നുകിലൊരു ഐഡിയ ആകാം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു തോട്ട് ആകാം, അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ആകാം, യെസ്, അല്ലെങ്കിൽ ഒരു ഇമോഷൻ ആകാം. ഇവിടെ ഏതെങ്കിലും ഒരു ആശയമോ ഒരു വിവരമോ ഒരു ചിന്തയോ ഒരു വിചാരമോ ഒരു വികാരമോ ഒരാൾ മറ്റൊരാളിലേക്ക് എന്താണ്? കൈമാറ്റം ചെയ്യാം. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ. എക്സ്ചേഞ്ച്, ഇൻഫർമേഷൻ, ഐഡിയ, തോട്ട്, ഫീലിങ്സ്, ഇമോഷൻ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ്ചേഞ്ച് ചെയ്യാണ്. എന്താ എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാല്? കൈമാറ്റം ചെയ്യാണ്. അപ്പൊ ആ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയക്ക് നമുക്ക് എന്തെന്ന് പറയാം? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. സോ ലാംഗ്വേജ് ഇസ് എ സോഫിസ്റ്റിക്കേറ്റഡ് സിസ്റ്റം ഓഫ് സൗണ്ട്സ് ആൻഡ് സിംബൽ. അപ്പൊ നമുക്കറിയാം ലാംഗ്വേജിന്റെ പ്രത്യേകത എന്താണ്? അത് വിശാലമാണ്. സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വിശാലമാണ്. ഉദാഹരണത്തിന് ഇംഗ്ലീഷ് A to Z ആണ്. A to Z ഉള്ള 26 അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ ഭൂഗോളത്തിന്റെ എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഭാഷ. ഇംഗ്ലീഷ് എന്ത് ഭാഷയാണ്? ഇംഗ്ലീഷ് എന്ത് ഭാഷയാ? ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. എന്താണ് ഗ്ലോബൽ? ഈ ഭൂഗോളത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് ഗ്ലോബൽ. ഭൂഗോളത്തിന്റെ ഭാഷയാണ് ഇംഗ്ലീഷ്. സോ ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. അപ്പൊ അത് A to Z ഉണ്ട്. പക്ഷെ ലെറ്റേഴ്സ് 26 ആണെങ്കിലും ഇതിന് 44 സൗണ്ട് ഉണ്ട്. എത്രയുണ്ട്? 44 ഉച്ചാരണ സൗണ്ട്. അത് ഫോണിറ്റിക്സ് ഭാഗത്ത് വരുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നു എന്താണ്? അതിന് കൃത്യമായ അക്ഷരങ്ങളുണ്ട്. മാത്രമല്ല, അക്ഷരങ്ങൾ മാത്രമല്ല, അതിനെന്തുണ്ട്? സൗണ്ടും ഉണ്ട്. ആ കൃത്യമായ A to Z ലൂടെ ഇപ്പൊ നമ്മൾ A എന്നാണ് എഴുതുന്നത്, അല്ലെങ്കിൽ A B C D E F G H I J K ഇങ്ങനെയൊക്കെ എഴുതാണ്. ഇതിനൊക്കെ ഒരു സൗണ്ട് ഉണ്ട്. A എന്ന് പറഞ്ഞാൽ ലെറ്റർ ആണ്, പക്ഷെ അതിന്റെ എന്താണ്? അതിന്റെ ഫോണിറ്റിക് സൗണ്ട് എന്താണ്? ആ എന്നാണ്. B എന്ന് പറഞ്ഞാൽ എന്താ? ബ്. സീക്ക് എന്നും സി എന്നും വരും. ഡി ഡ്, ഇ എ, എഫ് എഫ്, ജി ഗ, ചില സ്ഥലത്ത് എന്ത് വരും? ജി വരും. എച്ച് ഹ, ഐ ഇ, ജെ ജ് അല്ലെങ്കിൽ ഇ എന്ന് വരും. ജീൻ വാൽ ജീൻ നമ്മൾ എഴുതും, പക്ഷെ
യാൻ വാങ് യാങ് എന്നാണ്. യെസ്. അതുപോലെ കേക്ക്, ഇങ്ങനെ ഓരോ അക്ഷരത്തിന് എന്തുണ്ട്? സൗണ്ട്. അപ്പം ലെറ്റേഴ്സ് വിത്ത് സൗണ്ട്, എന്താ പറയാ, അക്ഷരങ്ങളും ശബ്ദങ്ങളും കൂടിച്ചേർന്ന ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറഞ്ഞാൽ ഭാഷ എന്ന് പറഞ്ഞാൽ. സോ വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലാംഗ്വേജ് ഇസ് എ ഐഡിയ, ഇൻഫർമേഷൻ, തോട്ട്, ഫീലിംഗ്, ഇമോഷൻ എക്സെട്ര. ഇനി ഏതെങ്കിലും മറ്റൊരു രൂപം ഉണ്ട്, അത് ആകാം. അത് നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ്ചേഞ്ച് ചെയ്യാണ്. ആരിലേക്ക്? ഒന്നൂക്കിൽ ഒരാളിലേക്ക്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്ക്, അല്ലെങ്കിൽ ഒരു മാസിലേക്ക്. എന്താണ് മാസ് എന്ന് പറഞ്ഞാൽ? എന്താ? മാസ് മീഡിയ. അപ്പൊ ടി വി, ടെലിവിഷൻ, അതേപോലെ തന്നെ എന്താണ് പത്രങ്ങളൊക്കെ എന്താണ്? മാസ് മീഡിയ പെട്ടാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലല്ലേ? എന്താണ് ഭാഷ എന്ന് മനസ്സിലല്ലേ? യെസ്. ഇനി അപ്പൊ നമുക്കറിയാം ഇവിടെ കമ്മ്യൂണി, എന്താണ് ഈ വാക്ക് ഏതിൽ നിന്നാണ് ഉണ്ടായത്? കമ്മ്യൂണീസ്. ഇതെ കമ്മ്യൂണീസ്, ഇതൊക്കെ COMMUNIS, കമ്മ്യൂണീസ് ഈസ് എ ലാറ്റിൻ വേർഡ്. ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണീസ് എന്ന് പറയുന്ന എന്താണ്? വാക്കിൽ നിന്നാണ്. എന്ത്? കമ്മോൺ, എന്താ പറയുന്നത്? കമ്മോൺ, CWMON, കമ്മോൺ, കമ്മ്യൂണിക്കേറ്റ് ഓർ കമ്മ്യൂണിക്കോ, കമ്മ്യൂണിക്കേറ്റ് ഓർ കമ്മ്യൂണിക്കോ എന്ന് പറയുന്ന വാക്കുണ്ടായത്. സോ ഇറ്റ്സ് മീൻ ടു ഷെയർ. ഇതിന്റെ അർത്ഥം എന്താ? ഷെയർ ചെയ്യുക. എന്ത് ഷെയർ ചെയ്യുന്നു? വാട്ട് യു ഷെയർ? യെസ്, ഐഡിയാസ്, ഇൻഫർമേഷൻ, തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻ എക്സെട്ര. നിങ്ങളുടെ ആന്തരികമായ മനസ്സിലുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ആന്തരികമായ എന്താണ് ഉൾബോധത്തിലുള്ള ഏതൊരു ആശയത്തെയും വിവരത്തെയും ചിന്തയെയും വിചാരത്തെയും വികാരത്തെയും നിങ്ങൾ ഒരാളിലേക്കോ ഒരു കൂട്ടം ആളുകളിലേക്കോ എന്താക്കുക? യെസ്, കൈമാറ്റം ചെയ്യുന്ന ആ പ്രോസസ്സാണ്. എന്താണ് പറയുക? പ്രോസസ്. ആ പ്രക്രിയക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണി. അപ്പൊ ഇത് ഏത് വാക്കുന്നാണ് ഉണ്ടായത്? ലാറ്റിൻ വേർഡ് എന്നാണ് ഉണ്ടായത്. ഓക്കെ, മനസ്സിലായി? Can you understand? Can you follow? Okay, yes. ഇനി നമ്മൾ പറഞ്ഞു, സോ ദിസ് കമ്മ്യൂണിക്കേഷൻ മീൻസ് ടു ഹാവ് എ കോമൺ എക്സ്പീരിയൻസ് വിത്ത് അതേഴ്സ്. സാധാരണഗതിയിൽ ഇത് നമ്മുടെ എന്താണ്? കോമൺ എക്സ്പീരിയൻസ് ആണ്. എന്താ കോമൺ എന്ന് പറഞ്ഞാൽ? കോമൺ, സാധാരണമായ അനുഭവമാണ്, അല്ലെ? അപ്പൊ നമുക്കറിയാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ ഒരാളെ കാണുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളെ കാണുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ജനക്കൂട്ടത്തെ കാണുന്നു. അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കമ്മ്യൂണിക്കേഷൻ. എന്നാൽ നമ്മൾ നമ്മളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരാളില്ലെങ്കിലും നമ്മൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ത് കമ്മ്യൂണിക്കേഷനാ? ഇൻട്രയാണ്. എന്താണ്? ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ്? ഉദാഹരണത്തിന് ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്താണ്, അവിടെ ചൂടുണ്ട്. അപ്പൊ നിങ്ങളോട് പറയാണ്, ഓ എന്തൊരു ചൂടാണ്. അപ്പോ എങ്ങനെയാണ് ഇവിടെ ഇരുന്ന് അല്ലെ ഒപ്പിക്കല്ലേ? അത് ആരോടാ പറഞ്ഞത്? വേറെ ആരോടല്ല. എന്താണ്? നിങ്ങളോട് പറഞ്ഞ. അപ്പം നമ്മളോട് തന്നെ പറയുന്നതിനെയാണ് എന്തെന്ന് പറയാ? ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. എന്നാൽ നമ്മൾ ഒന്നോ അതിൽ കൂടുതലോ ആളുകളോട് പറയുമ്പോൾ ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്താ പറയാ? അല്ലെങ്കിൽ ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ ഫിനോമെൻ. ഇതൊരു പ്രതിഭാസമാണ്, ഒരു പ്രക്രിയയാണ്. ഇത് എന്താണ്? മാനുഷികമായതും എല്ലാ ജീവജാലങ്ങളിലും നമുക്ക് ഒറ്റ ഇത് പറയാം, ലിവിങ് തിങ്സ്. എന്താ പറയാ? ലിവിങ് തിങ്സ്. എല്ലാ ജീവജാലങ്ങളിലും ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഇപ്പൊ പക്ഷികളാണെങ്കിൽ എന്ത് ചെയ്യും? ചേറ്ററിംഗ് ആണ്, ചിലച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഓരോ ജീവികൾക്ക് എന്താണ്? ചില ശബ്ദങ്ങൾ ഉണ്ടാക്കും, ചിലച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും. അപ്പോ ഓരോ ജീവജാലം എന്ന് വെച്ചാൽ ഉറുമ്പ് മുതൽ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ എന്താണ്? നീലത്തിമിംഗലം അല്ലെങ്കിൽ ആന വരെയുള്ള ജീവികൾക്ക് എന്തുണ്ട്? കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉറുമ്പിനേക്കാൾ താഴ്ന്ന ജീവിയില്ലേ? അവയ്ക്കും ഉണ്ട്. മനസ്സിലായേ? ഓൾ ലിവിങ് തിങ്സ്. അതുകൊണ്ടാണ് ഒറ്റ ടേം പറഞ്ഞത്. എന്താണ്? ഓൾ ലിവിങ് തിങ്സ്. അപ്പൊ ഇനി നമുക്ക് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇവിടെ ഏതിൽ നിന്നാണ് ഉണ്ടായത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വാക്ക്
ലാറ്റിൻ വേർഡ്. യെസ്. സോ ഇവിടെ ജോൺ ഡെവി, JOHN DEWY, അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ദി പ്രോസസ് ഓഫ് ഷെയറിംഗ് ഇൻഫർമേഷൻ, the process of sharing information, experiences till it becomes a common possession. അപ്പൊ നമ്മളുടെ എന്താ പറഞ്ഞത്, ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വിവരം, ഇൻഫർമേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഐഡിയാസിന്റെ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ ഇൻഫർമേഷൻസ് വിവരങ്ങൾ എന്തൊക്കെയാണ്? പൊതുവായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്ന് എന്തെങ്കിലും ഫംഗ്ഷന് പങ്കെടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിന് പങ്കെടുത്തു, അല്ലെങ്കിൽ ടൂർ പോയി, എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്കുണ്ട്, നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങൾ എന്ത് ചെയ്യോ? നിങ്ങളുടെ കൂട്ടുകാരോട് എന്ത് ചെയ്യോ? ഷെയർ ചെയ്യും, അല്ലെ? സോ ദാറ്റ് ഇസ് എ കോമൺ, പൊതുവാണ്. അപ്പൊ ഇങ്ങനെ നമ്മളിലെ എന്താണ് ഇൻഫർമേഷനുകൾ, എക്സ്പീരിയൻസുകള് നമ്മള് പൊതുവായിട്ട് എന്താണ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന ഈ പ്രക്രിയക്ക്, പ്രോസസ്സിനാണ് എന്തെന്ന് പറയുന്നത്? എന്നാണ് ലിംഗ്വിസ്റ്റിക്സ് ആയിട്ടുള്ള ആര് പറഞ്ഞത്? ജോൺ ഡെവി. യെസ്. ഇനി ഓക്കെ, ഇത്ര കാര്യം മനസ്സിലല്ലേ? യെസ്. ഇനി അടുത്ത് പറയാ, കമ്മ്യൂണിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ എ റിലേഷൻഷിപ്പ് വിച്ച് മേ എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. അപ്പൊ ഇവിടെ നമ്മൾ ടു പാർട്ടീസ് ഉണ്ടാവണം. നമ്മൾ സാധാരണഗതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ രണ്ട് പാർട്ടി വേണം, ഒന്നൂക്കിൽ എക്സ് അല്ലെങ്കിൽ വൈ, അല്ലെ? എക്സ് വൈനോട് ഒരു കാര്യം പറയുന്നു, വൈ എന്ത് ചെയ്യുന്നു? തിരിച്ച് എക്സിനോട് പറയുന്നു. ഇതിന് നമുക്ക് എന്താണ് പറയാ? റിസീവർ ആൻഡ് സെൻഡർ. എന്താണ് റിസീവർ ആൻഡ് സെൻഡർ? അപ്പൊ കമ്മ്യൂണിക്കേഷൻ സെൻഡ് ചെയ്യാൻ ഒരാൾ വേണം, റിസീവ് ചെയ്യാനും ഒരാൾ വേണം. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? സെൻഡ് ചെയ്യാണ്. നിങ്ങളത് സ്വീകരിക്കുമ്പോൾ എന്താവുന്നു? റിസീവ് ചെയ്യുന്നു. റിസീവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സ്വീകരിക്കുന്നു. വീണ്ടും നിങ്ങൾക്ക് എന്താ റിപ്ലൈ പറയാണ്ടെങ്കിൽ സോ ഈ പ്രോസസ്സിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. മനസ്സിലല്ലേ? എന്താ നടക്കുക? റിസീവിങ് ആൻഡ് സെൻഡിങ്. യെസ്. അപ്പൊ ഇതൊരു പ്രതിഭാസമാണ്. ഇനി നേച്ചുറലി ദ സെൻഡർ ആൻഡ് റിസീവർ കീപ്പ് ഇൻ ടു ചേഞ്ചിങ് ദ റോൾസ്. അപ്പൊ അവർക്ക് അവരുടേതായ റോളുകളൊക്കെ എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. And the relationship may have between the individual or between individuals and a group. ഒന്നുകിൽ ഒരു വ്യക്തിയോടാകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഗ്രൂപ്പ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഒരു വ്യക്തിയോടാണോ? ഇല്ല, ഈ ക്ലാസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന എന്താണ് ഒരു ഗ്രൂപ്പിനോടാണ്, അല്ലെ? അപ്പൊ കൂടുതലാളുണ്ടാകുമ്പോഴേ നമ്മൾ അതിന് ഗ്രൂപ്പ് എന്ന് പറയാം, അല്ലേ? ആണോ? കൂടുതൽ ഒരാളോട് പറയുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയാം, അല്ലെ? യെസ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് ചെയ്യുന്ന ഒരു പ്രോസസ്, ഇൻക്ലൂഡിങ് ഇന്ററാക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, തിരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു? എന്നോട് അതിന്റെ മറുപടി പറയുന്നു. അതിനാണ് പറയുക ഇന്ററാക്ഷൻ. എന്താ പറയാ? ഇന്ററാക്ഷൻ. അപ്പൊ പരസ്പരം നമ്മൾ ആശയവിനിമയത്തിൽ ഏർപ്പെടുക. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്പൊ ഇതാണ് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒന്ന്. ഓക്കെ, ഇനി അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓടിച്ചു നോക്കൂ. ഏതെങ്കിലും ഫാക്ടേഴ്സുകൾ മനസ്സിലാകേണ്ടോ നോക്കൂ. അപ്പൊ എവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ലോകത്ത് ഒരുപാട് ഭാഷകളുണ്ട്, 6000-ത്തിലധികം എന്താണ് ഭാഷകളുണ്ട്. അതിൽ തന്നെ എന്താണ് അതുകൂടാതെ ഒരു ലിപി ഇല്ലാത്ത ഒരുപാട് എന്തുണ്ട്? ഭാഷകളുണ്ട്. ഗോത്രവർഗങ്ങളുടെ ഒക്കെ എന്ത് ആഫ്രിക്കൻ ഭാഷകള്, ഗോത്രവർഗങ്ങളുടെ ഭാഷയ്ക്ക് അതിലൊക്കെ എന്താണ് ലിപി ഇല്ലാത്ത ഒരുപാട് ഭാഷയുണ്ട്. എന്തായാലും ലിപിയുള്ള 6000-ത്തോളം എന്തുണ്ട്? ഭാഷകളുണ്ട്. ഈ ഭാഷകളൊക്കെ എന്താണ്? ഈ നിയമത്തിൽ അധിഷ്ഠിതമാണ്. ഇവിടെ നമ്മൾ ഇംഗ്ലീഷിനെ പറ്റി, ഇംഗ്ലീഷിന്റെ ഇതായിട്ട് പഠിക്കുമ്പോഴും ലോകത്തുള്ള എല്ലാ ഭാഷയുടെയും തിയറി എന്താണ്? ഒന്ന് തന്നെയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നു, അല്ലെ? നിങ്ങളുടെ പേരെന്താണ്? അപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു?
ഞാൻ സെൻഡ് ചെയ്തു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യൂ? മറുപടി പറയും. എന്ത് പറയൂ? യെസ്, നിങ്ങളുടെ പേര് തിരിച്ചു പറയുന്നു അല്ലെ. അപ്പൊ അത് ഞാൻ ചോദിച്ചത് എന്തിലാണ്? മലയാളത്തിലാണ്. ദെൻ നെക്സ്റ്റ്, വാട്ട്സ് യുവർ നെയിം? അപ്പൊ നിങ്ങൾ തിരിച്ചെന്ത് ചെയ്യുന്നു? മൈ നെയിം ഈസ് എന്ന് പറയുന്നു അല്ലെ. അടുത്ത തുമാരെ നാം ക്യാ ഹേ? നിങ്ങൾ ഹിന്ദിയിൽ പറയുന്നു അല്ലെ. ഉങ്ക പേര് സൊല്ലപ്പാ അല്ലെ. അപ്പൊ നിങ്ങള് തമിഴ് പറയുന്നു. നീനു പേരു? തെലുങ്കാണ് അല്ലെ. യെസ്, അപ്പൊ തെലുങ്ക് പറയുന്നു. ഇനി അതേപോലെ തന്നെ ഇനി ജർമ്മനിലാണ് കപ്ക സബൂർ. അപ്പൊ ജർമ്മൻ ഭാഷ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ അതിൽ പറയുന്നു അല്ലെ. സോ ലോകത്തുള്ള എല്ലാ ഭാഷകൾക്കും എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്. അപ്പൊ ഇവിടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞ ലെറ്റേഴ്സും സൗണ്ടാണ്. നമ്മൾ മലയാളത്തിൽ ചിരിക്കുന്നു എന്ന് പറയുന്നു, ഇംഗ്ലീഷ് എന്ത് പറയുന്നു? ലാഫിംഗ് എന്ന് പറയുന്നു, തമിഴ് സിറിക്കുന്നു എന്ന് പറയുന്നു. എന്താണ്? സിറിക്കും. ഈ 3 ഉച്ചാരണം വ്യത്യാസം അല്ലേ? യെസ്. അവിടെയാണ് ഭാഷ അതിൻ്റെതായിട്ടുള്ള എന്താണ്? രൂപത്തിലും ഭാവത്തിലും അക്ഷരങ്ങളിലും ശബ്ദത്തിലും വ്യാകരണ ഘടനയിലും ലോകത്ത് ഇങ്ങനെ എന്താണ്? വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ലോകത്തെ കമ്മ്യൂണിക്കേഷന്റെ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാണ്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊന്നാണ്. അതിപ്പോ നമ്മൾ ഭാഷ അതിന്റെ മീഡിയം മാറുന്നുള്ളൂ, ലെറ്റേഴ്സേ മാറുന്നുള്ളൂ, സൗണ്ടേ മാറുന്നുള്ളൂ. ബാക്കിയുള്ള നമ്മുടെ ഉള്ളിൽ എന്താണ്? നേരത്തെ പറഞ്ഞ ഐഡിയാസും ഇൻഫർമേഷനും തിങ്സും തോട്ടും അല്ലെങ്കിൽ എന്താണ്? ഫീലിങ്സും ഇമോഷനും എക്സ്പീരിയൻസും ഒക്കെ എന്താണ്? ഒന്ന് തന്നെയാണ്. യെസ്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത്, കമ്മ്യൂണിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ എ റിലേഷൻഷിപ്പ് വിച്ച് ബൈ എക്സിസ്റ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ്, റിസീവർ, സെൻഡർ. അപ്പൊ നമുക്കറിയാം ഒന്നുകിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ എന്താണ്? 2 പാർട്ടീസ്. ഇനി ഇവിടെ നേച്ചർലി ദി സെൻഡർ ആൻഡ് റിസീവർ കീപ് ഇൻ ചേഞ്ചിങ് ദർ റോൾസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോരുത്തർക്കും അവരുടെ എന്താണ്? റോളുകൾ. നമുക്ക് നമ്മുടേതായ റോൾ ഉണ്ടാവും. ആ റോളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ചേഞ്ച് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ദ റിലേഷൻഷിപ്പ് മേ ബി ബിറ്റ്വീൻ 2 ഇൻഡിവിജ്വൽസ്. ഒന്നുകിൽ 2 വ്യക്തികളാകാം, അല്ലെങ്കിൽ എന്താണ്? ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആകാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ആകാം. യെസ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, യെസ്. ഇനി അടുത്ത റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ആശയവിനിമയത്തിൽ ലാംഗ്വേജിന്, ഭാഷയ്ക്കുള്ള പങ്ക്? Role of language in communication. Men uses linguistic communication. Very good. Men uses linguistic communication. LINGUISTIC. Linguistic. എന്താ linguistic എന്ന് പറഞ്ഞാൽ? ഭാഷാശാസ്ത്രം. ഭാഷയെ പറ്റി പഠിക്കുന്ന ശാസ്ത്രത്തിനാണ് എന്തെന്ന് പറയാ? ഭാഷാശാസ്ത്രം. അപ്പൊ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷാശാസ്ത്രപരമായ നിയമങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള അത് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഫോർ മോസ്റ്റ് എഫക്റ്റീവ് ഷെയറിംഗ് ഓഫ് ഐഡിയാസ്. ഷെയറിംഗ് ഓഫ് ഐഡിയാസ്. യെസ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഫ്ലെക്സിബിൾ ആണ്. സാധാരണഗതിയിൽ നമ്മളെ ഒരു ഭാഷ സംസാരിക്കുമ്പോൾ മസിലിടിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ മലയാളികൾ ഭാഷ സംസാരിക്കുമ്പോൾ മലയാളി സ്റ്റൈൽ സംസാരിക്കുന്നു, ഇംഗ്ലീഷുകാർ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് സ്റ്റൈൽ സംസാരിക്കുന്നു, ഹിന്ദിക്കാർ പറയുമ്പോൾ ഹിന്ദി സ്റ്റൈൽ പറയുന്നു, തമിഴുകാർ പറയുന്നു തമിഴ് സ്റ്റൈൽ പറയുന്നു. ഇനി മറാഠിക്കാരാണെങ്കിലോ മറാഠി സ്റ്റൈൽ പറയും. രാഷ്ട്രീയ സേവ ಯೋಚನೆ ಮಾಡಿಗರೋ ಸೇವೆಯ ಮಾಡೋಣ ಬನ್ನಿ, ಗ್ರಾಮಗಳೇ ಉದ್ಧಾರಣ ನಮ್ಮ ಉದ್ದೇಶ, ഗ്രാമങ്ങളിൽ വിളവേദ്ദേശു മിത സന്തതി ഇതിനുടിയ ഉടിയോണ ബണ്ണി സേവയ മാടോണ ബണ്ണി. സമൂഹത്തെ സേവിക്കാന്നാ പറഞ്ഞത്. മനസ്സിലായേ? സമൂഹത്തെ സേവിക്കുക എന്നുള്ളതാണ് ആരുടെ പങ്ക്? പൗരന്മാരുടെ പങ്ക് എന്നുള്ള. അതൊരു മറാഠി ഭാഷയാണ്. ഇങ്ങനെ ലോകത്തുള്ള ഏത് ഭാഷ എടുത്താലും എന്താണ്? അപ്പൊ നമ്മളെ ഒരു ചോദ്യം, ഈ ലോകത്തെ ഏത് ഭാഷയാണ് സുന്ദരം? ഏത് ഭാഷയാണ് നല്ലത്? ഏത് ഭാഷ നല്ലത്? നമ്മുടെ ഭാഷ ഏതാണ്? ഈ നമ്മുടെ ഭാഷ മലയാളം അല്ലേ? കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. കാരണം എന്താണെന്നറിയോ? നമ്മളെ ഭാഷ എപ്പോഴും നമുക്ക് എന്തായിരിക്കും?
എന്തായിക്കോ? നല്ലതായിക്കോ. അതിനെന്താ പറയാ? ജനനി ജന്മഭൂമിച്ച സ്വർഗീയ പികരീയസി. എന്താ അർത്ഥോ? പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ സുന്ദരമാണ്. അപ്പം പെറ്റമ്മയോളം ഏറ്റവും കൂടുതൽ നമ്മൾ ആദരിക്കുന്ന ഭാഷയാണെന്ത്? മാതൃഭാഷ, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോൾ മറ്റു ഭാഷ നമുക്ക് ഒന്നും പ്രാധാന്യമില്ല. ഉണ്ട്, ഓരോ ഭാഷയ്ക്കുണ്ട്. പക്ഷെ ഇവിടെ ഇംഗ്ലീഷിന്റെ പ്രാധാന്യം എന്താണ്? ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. അപ്പൊ മാതൃഭാഷയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചാൽ ഭൂഗോളത്തിന്റെ ഏത് അറ്റത്തും നിങ്ങൾക്ക് എന്താണ് പോകാം, ആശയവിനിമയം ചെയ്യാം. അതാണ് ഇംഗ്ലീഷ് ഭാഷയുടെ പ്രത്യേകത. അപ്പൊ ആ ഭാഷയ്ക്ക് 26 അക്ഷരമേ ഉള്ളൂ. പക്ഷെ 44 സൗണ്ട് ഉണ്ട്. അത്രയ്ക്കും മാജിക്കൽ പവർ ഉള്ള ഒരു ഭാഷയാണ് എന്ത്? ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞാൽ. യെസ്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള സ്റ്റൈൽ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഫ്ലുവൻസി ഉണ്ട്, ഒഴുക്കുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്പോക്കൺ പറഞ്ഞല്ലോ, ആ സ്റ്റൈലില് അതിന്റെ ഇപ്പൊ നമ്മൾ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ എന്താണ്? മലയാളം. വാട്ട്സ് യുവർ നെയിം? യുവർ നെയിം പ്ലീസ്, അല്ലെ? ആ സ്റ്റൈലിലേക്ക് നമ്മൾ പോകണം. അപ്പൊ അങ്ങനെ പോകുമ്പോഴാണ് എന്താകുന്നത്? ആ ഇംഗ്ലീഷ് ആകുന്നത്. ആ ഇംഗ്ലീഷ് പറയാം. ഇപ്പൊ നിങ്ങളോട് നിങ്ങലൂറ്റേ പേരെന്താണ് എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ചിരിക്കില്ലേ, അല്ലേ? മലയാളത്തിൽ നമ്മൾ എങ്ങനെയാ പറയുക? നിങ്ങളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നിങ്ങളെ കൂട്ടുകാരിയെ പോലും നീ എങ്ങോട്ടാണ് പോകുന്നത് എന്നാ ചോദിക്കുക. ഇങ്ങനെയാ ചോദിക്കുക? നീ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളേതായ സ്വകീയമായ ശൈലിയിലല്ലേ ചോദിക്കാം. അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് പറയുമ്പോൾ ഇംഗ്ലീഷ് സ്റ്റൈലിൽ പറയണം. അതുകൊണ്ടാണ് പറയുന്നത് ഇംഗ്ലീഷിൽ ഉച്ചരിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ഭാഷ ആരെങ്കിലും തെറ്റിച്ച് പറയുമ്പോൾ നമുക്ക് ചിരി വരുമല്ലോ. ഇതേ സംഭവം തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷ. ഇംഗ്ലീഷ് ഭാഷ യഥാർത്ഥ ഭാഷ ബ്രിട്ടീഷ് ലാംഗ്വേജ്, അമേരിക്കൻ, ഓസ്ട്രേലിയ, കനേഡിയൻ തുടങ്ങിയിട്ടുള്ള ഭാഷകളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് നമ്മൾ സ്വീകരിക്കുന്നത്. അമേരിക്കൻ ലാംഗ്വേജിന്റെ പ്രത്യേകത എന്താ? ഫ്ലുവന്റ് ആണ്. ഇപ്പൊ COLOUR ആണ് എന്ത്? കളർ. അത് അമേരിക്കനിൽ എന്തേ ഉള്ളൂ? COLOR ആണ്. ക്ലിയർ? ദാറ്റ്സ് ക്ലിയർ. ദാറ്റ്സ് ക്ലിയർ. നൈസ്. ആ സ്റ്റൈലിലേക്ക് പോകണം, അല്ലേ? യെസ്. അപ്പൊ ആ ഒരു ഫ്ലുവൻസിയും ആ ഒരു ഒഴുക്കും ആ ഒരു മട്ടും ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്ട് ചെയ്യുന്നത് ആരെയാണ്? ഇംഗ്ലീഷുകാരിയാണ്. ഒരു മലയാളം പഠിച്ചിട്ട് ഒരാൾ മലയാളം സംസാരിക്കുമ്പോൾ അവരാരെയാണ് ആക്ട് ചെയ്യുന്നത്? മലയാളിയാണ് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലേ? മലയാളിയെ ആക്ട് ചെയ്ത് മലയാള ഭാഷയെ ആക്ട് ചെയ്യണം. അപ്പൊ അതാണ് ഭാഷയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണോ? മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നിങ്ങളോട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? സംസാരിക്കണം. ഇംഗ്ലീഷ് സ്റ്റൈലിൽ തന്നെ. നിങ്ങൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലാസ്സിൽ പോയിട്ട് കുട്ടികളോട് ചോദിക്കണം വാട്ട് ഈസ് സ്വർണ്ണ എന്ന്. വാട്ട് ഈസ് സ്വർണ്ണ എന്നാ ചോദിക്കുക. എന്ത് സ്വർണ്ണ, അല്ലേ? എങ്ങനെ പറയണ്ടേ? വാട്ട്സ് യുവർ നെയിം, അല്ലെ? എന്താണ് വാട്ട്സ് യുവർ നെയിം? യുവർ നെയിം പ്ലീസ്, ഗുഡ് നൈറ്റ് പ്ലീസ്. അതാണ് ആ സ്റ്റൈൽ. യെസ്. അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ കഴിയണം. അങ്ങനെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്ന ഒരു ഭാഷാശാസ്ത്രപരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത്? ഭാഷ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്? ഇത് പറഞ്ഞോ, എന്തുണ്ട്? പങ്കിട്. ഇത് മാത്രമല്ല, ഇതെന്താണ്? ഡേ ടു ഡേ അഫയേഴ്സ് ആണ്. സാധാരണ ഭാഷ നമ്മൾ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കുക? ഡേ ടു ഡേ അഫയേഴ്സ്. എന്താ ഡേ ടു ഡേ അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ? ഓരോ ദിവസങ്ങളിലെയും കാര്യങ്ങൾ. അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കാര്യങ്ങൾ, അല്ലെ? അപ്പൊ അതാത് ദിവസങ്ങളിലെ കാര്യങ്ങളും നമ്മൾ മറ്റുള്ള ആളുകളുമായി ഷെയർ ചെയ്ത് നമ്മൾ എന്താണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നതിൽ മുഖ്യ പങ്ക് എന്തിനുണ്ട്? ഭാഷയ്ക്ക് ഉണ്ട്. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് എന്ത്? ഇൻസ്ട്രുമെന്റൽ റോൾ. തിരിച്ചൊക്കെ ഇൻസ്ട്രുമെന്റൽ റോൾ. ഇൻസ്ട്രുമെന്റൽ റോൾ. ഇൻസ്ട്രുമെന്റൽ റോൾ. അതൊന്നും തിരിച്ചു. അപ്പൊ നമുക്കറിയാം ഒരു ഇൻസ്ട്രുമെന്റ് എന്താ? വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഇൻസ്ട്രുമെന്റ്? ഉപകരണം, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഭാഷ ഒരു ഉപകരണം അല്ലേ? ഭാഷ സംസാരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ടൂൾസ് ഏതാ? സംസാരിക്കണേ അത് വേണം. ഏത്? വേർഡ്സ്. വേർഡ്സ് പറയണമെങ്കിൽ അത് വേണം. ലെറ്റേഴ്സ് പറയണമെങ്കിൽ അത് വേണം. സൗണ്ട് പറയണമെങ്കിൽ അത് വേണം. വരട്ടെ. നാവാണ്.
എന്താണ്? ടാങ്. എന്താ പറയാ? ടാങ്. യെസ്, ഓക്കെ. അപ്പം അപ്പൊ നാവില്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? നിങ്ങളെ നാവൊന്ന് പിടിച്ച് നിങ്ങൾ സംസാരിക്കാൻ നോക്ക്. പറ്റുമോ? ഇല്ല. നാവാണ് പ്രധാനപ്പെട്ട എന്ത്? പിന്നെ അതിനുശേഷം ടീത്ത് ഉണ്ട്, പിന്നെ ഓരോ സാധനമുണ്ട്, ഓരോ ഓർഗൻസ് ഓഫ് സ്പീച്ച് എന്ന് പറയും. അപ്പൊ അവിടെ നമ്മൾ പറയുന്നത് ഇവിടെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഭാഷ എന്ന് പറഞ്ഞാൽ. ഒരാളായിട്ടോ ഒരു കൂട്ടം ആളുകളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ മറ്റുള്ള ആളുകളുമായിട്ടോ നമ്മൾ പരസ്പരം ബന്ധപ്പെടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഇൻസ്ട്രുമെന്റ് ഏതാണ്? ലാംഗ്വേജ് ആണ്. ഏതാണ് ഉപയോഗിക്കുന്നത്? ലാംഗ്വേജ്. സോ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ മാസ് പീപ്പിൾ, അപ്പൊ ആളുകൾക്കിടയില്, വ്യക്തികൾക്കിടയില്, ജനങ്ങൾക്കിടയില്, ഈ ലോകത്ത് നമ്മൾക്ക് എന്താണ്? ആശയവിനിമയം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്ന് സെന്ററും വേണം, രണ്ടാമത്തെ ആരും വേണോ? റിസീവറും വേണം. ഇനി ഇറ്റ് ഈസ് ദ മീഡിയം ബൈ വിച്ച് ത്രൂ ആർ എ കൺവേഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. യെസ്, എഴുതിയേക്കാം. വൺ പേഴ്സൺ ടു അനദർ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ എന്താണ്? കൺവേ ചെയ്യാം. കൺവേ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു റെക്കോർഡിലേക്ക് എഴുതേണ്ട സാധനം ഉണ്ടാവും, വേറെ തരും, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. കൺവേഡ് ടു അനദർ എന്ന് പറഞ്ഞാൽ എന്താ? കൺവേ ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എന്താ? അറിയിക്കുക. കൺവേഡ് ടു അനദർ എന്ന് പറഞ്ഞാലോ മറ്റുള്ളവരെ നമ്മൾ അറിയിക്കുക. എന്തറിയിക്കുക? എന്താണ് ഇതിനെ അറിയിക്കുന്നത്? മറ്റുള്ളവരോട് നമ്മൾ എന്താണ് അറിയിക്കുന്നത്? എന്ത്? ഐഡിയാസ്, നിങ്ങളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ തോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തകൾ, അല്ലെങ്കിൽ ഫീലിങ്സ്. എന്താ ഫീലിങ്സ് പറഞ്ഞ? ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ വിചാരമാണ്. ഈ ഫീലിങ്സ്, ഇമോഷൻ ചില ആൾക്കാർ എന്ത് ചെയ്യോ? ഒരേപോലെ കാണും. ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ വിചാരം, ഇമോഷൻസ് പറഞ്ഞാലോ വികാരം. യെസ്, മനസ്സിലായേ? ഈ ആശയം. ഇനി അതുകൂടാതെ നമുക്ക് നിത്യജീവിതത്തിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ്. എന്താ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ? അനുഭവങ്ങൾ. ഈ അനുഭവങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ലാംഗ്വേജ്. അതിനെ കൊണ്ട് ഇനി എന്തെന്ന് പറയാ? ഇൻസ്ട്രുമെന്റൽ റോൾ എന്ന് മനസ്സിലായില്ലേ? എന്താണ് ഇൻസ്ട്രുമെന്റൽ റോൾ എന്ന് മനസ്സിലായേ? ഓക്കെ. അടുത്ത രണ്ടാമത്തെ റെഗുലേറ്ററി റോൾ. റെഗുലേറ്ററി റോൾ എന്ന് റെഗുലേറ്ററി, REGULATORY, റെഗുലേറ്ററി റോൾ. റെഗുലേറ്റ് വൺസ് ബിഹേവിയർ. അതാ ഭാഷ സംസാരിക്കുന്ന ആളുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും അയാൾ എന്ത് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അയാൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അയാൾക്ക് ആക്ഷനിലൂടെ കൺട്രോൾ ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് റെഗുലേറ്ററി റോൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ബിഹേവിയർ ആണ്, നമ്മുടെ സ്വഭാവം. അപ്പൊ നമുക്കൊരു കാര്യം പല രീതിയിൽ പറഞ്ഞൂടെ? അല്ലേ? ഏതെല്ലാം രീതി പറയാ? എങ്ങനെ? ദേഷ്യത്തോടു കൂടി പറയാം. പിന്നെ എങ്ങനെ? ഫ്രണ്ട്ലി പറയാ. യെസ്. എങ്ങനെ പറയാ? കൂളായിട്ട് പറയാ. പിന്നെ അടുത്ത് പറയേ റെസ്പോണ്ട് ചെയ്യണം. നാളെ നിങ്ങള് ഇതല്ല, നിങ്ങൾ എന്ത് ചെയ്യണോ? നാളെ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോ ഈ സംഭവമൊക്കെ നിങ്ങൾ പ്രയോഗിക്കേണ്ടതാണ്. അല്ലേ? എങ്ങനെ? ചിലപ്പോ എന്തിരിക്കുന്നു, 40 കുട്ടികളുടെ ഒരു ക്ലാസ്സില് 40ാമത്തെ കുട്ടിയും കേൾക്കണം നിങ്ങൾ പറയുന്ന കാര്യം. അപ്പൊ അവിടെ എന്തായിരിക്കണം? ശബ്ദം വേണം. മനസ്സിലായി? എന്നാൽ ഒരു കുട്ടിയോട് പറയുമ്പോ അട്ടം പൊട്ടിച്ച് പറയണോ? നിങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ കുട്ടിയുള്ളൂ, അല്ലേ? അപ്പൊ കുട്ടിയോട് ചോദിക്കാം, എന്താ പേര് നോക്കണോ? അല്ലേ? ചെറിയ പതുക്കെ ചോദിച്ചാ പോരെ? അപ്പൊ അവിടെയാണ് നമ്മൾ എന്താണ് ഭാഷ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഏത് രീതിയിൽ അതിനെ എന്താക്കാൻ പറ്റൂ? ഉപയോഗിക്കാം. നമ്മള് വഴങ്ങുന്ന രീതിയിൽ അതിനെ എന്ത് ചെയ്യാം? നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മള് ഉറക്കെ ചോദിക്കാം, അല്ലെ? അല്ലെങ്കിൽ താഴ്ത്തി പറയാം. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഇത് പാടും, എന്റെ റൈം, ഒരു റൈം പാടും. റൈം എന്താണ്? അല്ല, അത് എന്താ ചെയ്യാ? പാടുക. പാടുക.
ആക്ഷൻ. അപ്പൊ നിങ്ങളെ ഇൻസ്ട്രുമെന്റ് ആകുമ്പോ നിങ്ങളെ ടൂൾസ് മുമ്പിലുള്ള അതാരായിരിക്കും? ചെറിയ കുട്ടികളല്ലേ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് യെസ് ഓക്കെ, വെരി നൈസ്. കണ്ടോ? അപ്പൊ അവിടെ എന്താണ് നമ്മൾ സാധാരണഗതിയിൽ നേഴ്സറി പാട്ടുകൾ എന്നൊക്കെ പറയും. എന്താ പറയാ? നേഴ്സറി ഉണ്ടല്ലേ കാണുന്നുണ്ടോ? പറയാ. ഓക്കെ, യെസ്. അപ്പൊ അവിടെ നമ്മൾ പറയുമ്പോ ആ കുട്ടികളെ എന്താണ് സ്വീകരിക്കാൻ പറ്റുന്ന പ്രൊനൗൺസിയേഷൻ ആയിരിക്കണം, ഉച്ചാരണം. കുട്ടികൾക്ക് ഇമ്പം വരണം. എന്താണ്? ഇമ്പം വരണം. ഉദാഹരണത്തിന് നമ്മൾ കവിതകളൊക്കെ പാടുമ്പോ ആ കവിത നമ്മൾക്ക് എന്തായിരിക്കണം? കുട്ടിയുടെ ഉള്ളിലേക്ക്, കുട്ടി കേട്ടിട്ടിലൂടെ പോകുന്നതായിക്കരുത്. കുട്ടിയുടെ എവിടെ എത്തണോ? നിങ്ങൾ ഒരു കവിത ചൊല്ലുമ്പോൾ കുട്ടിയുടെ എവിടെ എത്തണം? മൂക്ക്, കണ്ണ്, ചെവി, കണ്ണില, മൈൻഡില്. കുറച്ചുകൂടി പറഞ്ഞാൽ എവിടെ എത്തണോ? നിങ്ങളോട് പറയാം, ടീച്ചറേ ഒന്നുകൂടി പാട്, എന്ത് രസാന്ന്. എവിടേക്കും? ഹൃദയത്തിൽ. എന്താണ്? അല്ലേ? നിങ്ങളൊരു മലയാളം കവിത പാടിക്കൊടുക്കുകയാണ്. ഭാഷയല്ലേ? മലയാളം ഭാഷയല്ലേ? അപ്പൊ എങ്ങനെയാണ് അത്? ആ കവിത നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലേ കുട്ടിയോട്? അല്ലേ? ഈ വള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പാറി പോകുന്നിതാ പറന്നമ്മേ. അല്ലേ? ഇത് നിങ്ങൾക്ക് വേറെ സ്റ്റൈൽ പഠിക്കൂടെ? ഈ വള്ളിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പാറി പോകുന്നിതാ പറന്നമ്മേ. അല്ലേ? കേൾക്കുന്ന കുട്ടിക്ക് എന്താണ്? നിങ്ങളോട് എന്ത് വന്നു? ഇഷ്ടാണോ വന്നേ? ഇംപ്രഷൻ വന്നോ? അല്ല, ആ ഹൃദയത്തിലേക്കല്ല വന്നേ. എങ്ങോട്ടാ? ചിലപ്പോ മൂക്കിലേക്കോ ചെവിയിലേക്കോ, അടുത്ത ചെവിയിലേക്കോ വന്നിട്ട് എന്തായിക്കോ ഒന്നും പറഞ്ഞു പോയിട്ടുണ്ടാവും. യെസ്, കുട്ടിയുടെ ഹൃദയത്തേക്ക് വരാൻ പറ്റണം. മനസ്സിലല്ലേ? അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഏതൊരു കാര്യം പറയുമ്പോഴും കുട്ടി, കാരണം നിങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആരാണ്? ഇളം കുഞ്ഞുങ്ങളാണ്. അല്ലേ? ഇളം തെന്നലുകളാണ് അവര്, പൂമ്പാറ്റകളാണ്. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആരാണ്? പൂമ്പാറ്റകളാ. മനസ്സിലല്ലേ? ചെറിയ പൂച്ചെടികളാണ്. ഒരു ചെടിയിൽ ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന എന്താണ്? ഒരു പൂവാണത്. അല്ലെ? അപ്പൊ അതിനെ എങ്ങനെയുള്ള കാറ്റുകൾ കൊണ്ട് തലോടാകൂ? ചെറിയ ഇളങ്കാറ്റുകൾ. അപ്പൊ നിങ്ങൾ പറയുന്ന വാക്കുകൾ എവിടെ കൊള്ളണോ? ഹൃദയത്തില്ലേ? അപ്പൊ ആ ഹൃദയത്തിലേക്ക് അത് പോകണം. ഒരു മലയാളം പറ. കുട്ടിക്ക് ഒരു മലയാളം കുട്ടിക്ക് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലേ? എല്ലാം കമ്മ്യൂണിക്കേഷൻ ആണ്. ഏതെങ്കിലും ഒരു റൈമ്. ഇവിടെ സാധാരണ പഠിച്ച നേഴ്സറി ഗീതങ്ങളൊക്കെ അല്ലേ? മതി. ആക്ഷൻ ഒക്കെ പറയാ. ആക്ഷൻ ഒക്കെ ചെയ്യുന്നത് നല്ലതാ. ഓക്കെ, ശരിയാണ്. അപ്പൊ അത് കുട്ടിക്ക് തോന്നണം നിങ്ങൾ വിളിക്കുന്നത് ആരെയാണ്? കുരുവീനെയാണ്. അല്ലെ? കുരുവീനെ വിളിക്കുകയാണ്. ഇപ്പൊ കുട്ടിയുടെ മുമ്പിൽ ഇങ്ങനെ കാണുകയാണ്, വിഷ്വലൈസ് ചെയ്യാണ്. നിങ്ങൾ വിളിച്ച് കുരുവി ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? എവിടെ വന്നിട്ടായിരിക്കുന്നത്? വാഴേന്റെ കൈന്റെ മോൾ. ഇല്ലേ? വാഴയുടെ കൈന്റെ മോൾ എന്താക്കുന്ന പറഞ്ഞേ? ഇരിക്കാനാ പറഞ്ഞല്ലേ? കുട്ടി വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. മനസ്സിലല്ലേ? അപ്പൊ ഒരേ സമയത്ത് എന്താണ്? കാണുകയും അതേ സമയത്ത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു അനുഭവം, ഈ ഒരു ഇൻസ്ട്രുമെന്റൽ റോള് എന്തുണ്ടാകണോ? ഇനി രണ്ടാമത്തെ റോളാണ് നമ്മൾ പറഞ്ഞത് റെഗുലേറ്ററി റോൾ. റെഗുലേറ്ററി റോൾ എന്താണ്? ബിഹേവിയറിനാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയ്ക്കനുസരിച്ച്
ആ പറയുന്ന കാര്യത്തിനനുസരിച്ച് നിങ്ങളുടെ ബിഹേവിയർ അവിടെ എന്ത് ചെയ്യണോ? അല്ലേ? നിങ്ങൾക്ക് വേണേ സ്റ്റൈല് മാറ്റിക്കൂടെ? കാക്കേനെ പറ്റിയാണ് നിങ്ങൾ പറഞ്ഞത്. കാക്ക എങ്ങനെയാ പറയാ? കാക്കേ കാക്കേ കൂറ്റെവിടെ, കൂറ്റിനകത്തൊരു കുഞ്ഞുണ്ടോ? വെറുപ്പിടിക്കും. ചിലപ്പോ എന്റെ കൈ കിട്ടിക്കാതെ ഒരു ഏറൊക്കെ തരുന്നത് അല്ലേ? അവിടെ എന്താണ് കുട്ടി എന്താക്കണോ? ഇളം തെന്നലാണെന്ന് മനസ്സിലാക്കണം. എന്താണ് അങ്ങനെ അവരെ കാക്കേനെ പറ്റിയുള്ള പാട്ട്? കാക്കേ കാക്കേ കൂടെവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? അല്ലേ? കുഞ്ഞു പറ, എന്താ പറയാ? ആ ആ കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു വിശന്നു കരയില്ലേ? അല്ലേ? കരയില്ല. അന്നേരം ചിലപ്പോ കുട്ടികൾ കരയൂ അല്ലെ? ചിലപ്പോ ചില കുട്ടികൾ എന്താ കരഞ്ഞു. നിങ്ങളുടെ വൈകാരികത എങ്ങനെയാണോ, നിങ്ങളുടെ ഫീലിങ്സ് ആണ്, ഇമോഷൻ ആണ്, തോട്ടാണ്, എക്സ്പീരിയൻസ് ആണ് കുട്ടിക്ക് എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്നത്. അപ്പോ നിങ്ങളുടെ ബിഹേവിയർ റോള് കുട്ടിയിൽ അറ്റാച്ച് ചെയ്യണം. മനസ്സിലല്ലേ? ഇവിടെ നമ്മൾ കുട്ടി എന്ന് പറയാൻ കാരണം എന്താ? ഇത് ഈ പറയുന്ന ഈ ബിഹേവിയർ റോൾ എന്ന് പറഞ്ഞാല് ഒരു ലിംഗ്വിസ്റ്റിക്സിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയ നിയമമാണ്. ഇവിടെ നിങ്ങൾ എന്തിനാണ് കുട്ടിയിലേക്ക് കൊണ്ടുവന്നത്? മോണ്ടിസോറി ടീച്ചേഴ്സ്. മനസ്സിലായി? നിങ്ങൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നവരാരാണ്? കോളേജ് കുമാരിമാരാണോ? ആണോ? അല്ല, ചെറിയ കുഞ്ഞുങ്ങൾ. അപ്പൊ അവരുടെ രീതിയിലേക്കുള്ള എന്ത് റോളാന്ന് പറഞ്ഞ എന്ത് റോളാ? റെഗുലേറ്ററി റോൾ നിങ്ങൾക്ക് കഴിയണം. അപ്പൊ റെഗുലേറ്ററി റോൾ എന്ന് പറഞ്ഞാൽ അതിൽ പ്രാധാന്യം എന്തിനാണ്? ബിഹേവിയർ ആണ്. മനസ്സിലല്ലേ? യെസ്, അങ്ങനെ പോയിന്റ് ആക്കി പഠിച്ചാൽ മതി, മനസ്സിലാക്കിയാൽ മതി. അടുത്ത ഇന്ററാക്ഷൻ റോളാണ്. Language helps men to interact with others. Without language, social interaction are unthinkable. അപ്പൊ നമുക്കറിയാം, നമുക്ക് ലാംഗ്വേജ് ഇല്ലാതെ നമുക്ക് ഇന്ററാക്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്താണ് നോൺ വെർബൽ എന്തുണ്ട്? കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മളിപ്പം പറയുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷനെ പറ്റിയാ. നിങ്ങൾ നേരത്തെ പറഞ്ഞ എന്താണ്? പാട്ട് പാടിയപ്പോ അല്ലേ, നിങ്ങൾ എന്ത് കാണിച്ചു? ആക്ഷൻ കാണിച്ചു. അവിടെ എന്ത് പ്രവർത്തിക്കുന്നുണ്ട്? നോൺ വെർബൽ ആണ്. കുറെ നോൺ വെർബൽ ഇങ്ങനെ ഇതാകുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു സമൂഹത്തോട്, ഒരു കൂട്ടം ആളുകളോട്, ഒരാളോട് ആശയവിനിമയം ചെയ്യുമ്പോൾ അവിടെ എന്ത് തന്നെ വേണം? വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെ വേണം. അതാണ് ഇന്ററാക്ഷൻ റോളിൽ പ്രധാനമായിട്ട് എന്തിനാണ് പ്രാധാന്യം? ഹെൽപ്സ് മാൻ ഇന്ററാക്ട് വിത്ത് അതേഴ്സ് വിത്ത് ലാംഗ്വേജ്. അതാണ് വിത്ത് ലാംഗ്വേജ്. വിത്തൗട്ട്. അപ്പൊ ഈ ലോകത്ത് നമുക്ക് ഭാഷയില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. യെസ്. അപ്പൊ വിത്ത് ലാംഗ്വേജിൽ നമ്മൾ എന്താണ് ഇന്ററാക്ട് ചെയ്യാം? ഭാഷയിൽ അധിഷ്ഠിതമാക്കി നമുക്ക് എന്താണ് ഇന്ററാക്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പൊ ഇവിടെ ഡിഫറെന്റ് സ്റ്റൈൽസ് ഇൻ ദ വർക്ക്സ് ഓഫ് ആർട്സ് ഇൻ കോൺവെർസേഷൻ. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റൈലുകളും അതേപോലെ തന്നെ ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കലകളും നമ്മുടെ കൺവെർസേഷനിൽ എന്ത് ചെയ്യുക? ഈ കോൺവെർസേഷനിൽ ഇതിന്റെ പ്രത്യേകത എന്താ? നമ്മൾക്ക് പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് എന്താകണോ? മനസ്സിലാക്കണം. ഒന്നാതായിരിക്കണം, ക്ലിയർ ആയിക്കണം, ലെജിറ്റിമേറ്റ് ആയിക്കണം, മാത്രമല്ല മറ്റുള്ളവരെ ആകർഷിക്കണം. അതിനെ കൊണ്ടാണ് സംസാരിക്കുമ്പോൾ എവിടെ നോക്കി സംസാരിക്കണം? നിലത്ത് നോക്കിയിട്ട്. ഇങ്ങനെയല്ലേ? ഇങ്ങനെയാ? കണ്ണിൽ ഐ കോണ്ടാക്ട് അല്ലെ? എന്താ ഐ കോണ്ടാക്ട് വെച്ച് സംസാരിക്കണം എന്ന് പറയുന്നത്? നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ അട്രാക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ആര് ശ്രദ്ധിക്കൂ? കേൾക്കുന്നയാൾ എന്ത് ചെയ്യും? ശ്രദ്ധിക്കും. അതാണ് ഐ കോണ്ടാക്ട്. അപ്പൊ ഇവിടെ വേണ്ടതൊന്നാണ് ഇന്ററാക്ഷൻ റോൾ. ഇന്ററാക്ഷൻ റോളിൽ എന്തിനാണ് പ്രാധാന്യം? വിത്ത് ലാംഗ്വേജ്. ഇനി നാലാമത്താണ് പേഴ്സണൽ റോള്. പേഴ്സണൽ എന്താ? പേഴ്സണൽ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായത്. ഈ പേഴ്സണൽ ഒരു എവരി വൺ ഹ്യൂമൻ യുണീക്ക് ഐഡിയ ഓഫ് എ ഇസ് ഓൺ. ഓരോരുത്തർക്ക് അവരുടേതായ ആശയങ്ങൾ ഉള്ളിലുണ്ടാവും. ഒരു കാര്യം പ്രകടിപ്പിക്കാൻ നിങ്ങളോട് പറഞ്ഞാല് 4 പേരുടെ രീതിയിലായി അത് യുണീക്കാണ്. എന്താ യുണീക്ക് എന്ന് പറഞ്ഞാൽ?
വേറെ ഒന്നിനോട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, സാമ്യപ്പെടുത്താൻ പറ്റിയില്ല. അതാണ് യുണീക്. അനുപമം എന്താ പറയാ, ഉപമിക്കാൻ പറ്റാത്തതാണ്. സോ എവ്രി വൺ യൂസസ് ലാംഗ്വേജ് ഇൻ പെക്യൂലിയർ ആൻഡ് പേഴ്സണൽ വേ. ഇപ്പൊ സാധാരണഗതിയിൽ 10 ആള് സംസാരിക്കുമ്പോൾ 10 ആളും ഒരു ഭാഷ, ഉദാഹരണത്തിന് 10 പേര് സംസാരിക്കുന്നത് ഇംഗ്ലീഷ്, 10 ആള് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെന്റ് പേഴ്സൺ ആണ്. 10 ആളുടെ ഹൈറ്റ്, വെയിറ്റ് ഇതൊക്കെ എന്താണ് വ്യത്യസ്ത. പക്ഷെ 10 ആളുടെ സ്റ്റൈൽ എന്താണ്, ഒന്നാണോ? ഒന്നാണോ? അതിന്റെ ഇംഗ്ലീഷ് പ്രകാരം ഒന്നാകണ്ടേ? നിങ്ങൾ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെങ്കിൽ ഒന്നാകണ്ടേ? അല്ലാലോ. പേഴ്സണൽ സ്റ്റൈൽ എന്താണ് പറയാ, പേഴ്സണൽ സ്റ്റൈൽ. അതുകൊണ്ടാണ് നിങ്ങൾ നാളെ ക്ലാസ് പോയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ കുട്ടികൾ പറയും ഞങ്ങൾക്ക് ആ ടീച്ചർ തന്നെ വേണം. എന്തുകൊണ്ടാ പറയുന്നത്? പേഴ്സണൽ സ്റ്റൈലാ. കുട്ടികളെ പിടിച്ചിരുത്താനും കുട്ടികൾക്ക് എന്താണ് ഗ്രാഹ്യമാകാനും ഗ്രാസ്പ് ചെയ്യാനും ഒക്കെയുള്ള എന്തോ ഒരു അട്രാക്റ്റീവ് സ്റ്റൈൽ ആരിലുണ്ടാകണം, നിങ്ങളിലുണ്ടാകണം. അതാണ് സൈക്കോളജിക്കലാണത്. അപ്പൊ വ്യക്തിപരമായ ഒരു സ്റ്റൈൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള എന്തുണ്ടാവും, സ്റ്റൈലാണ്. ചില ആൾക്കാർ സംസാരിക്കുക ലിമിറ്റഡ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സില്ലേ, അത് പോകുന്നില്ലേ, അതെന്തോ ഒരു സ്റ്റൈലാക്കി എടുക്കുന്നതാണ് തോന്നുന്നു. ഇങ്ങനെ വളരെ സ്പീഡ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലുവൻസി വേണം. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടേതായ ഒരു സ്റ്റൈല് ആര് സ്വീകരിക്കുന്നുണ്ട്? കേൾക്കുന്നയാരെ. ആ കേൾക്കുന്നയാൾക്ക് നമ്മുടേതായ രീതിയെ സ്വീകരിക്കാനുള്ള ഒരു എന്തുണ്ടാവണോ, മനോഭാവം. മനസ്സിലായ? അപ്പം വ്യത്യസ്തമായ ശൈലിയിലാണ് നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കുക. അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ, പേഴ്സണൽ റോൾ എന്ന് പറയുന്നത്. അപ്പൊ പേഴ്സണൽ റോൾ എപ്പോഴും എന്തായിരിക്കണം, കോൺവെർസേഷനില് ഒരു ആർട്സ്, ഒരു കലാരൂപത്തിലായിരിക്കണം. മനസ്സിലായേ? ഒരു കലാപരമായിട്ടുള്ള എന്താണ് പെർഫോമൻസ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം, ഉള്ളിലുണ്ടാകണം. അപ്പോഴാണ് മറ്റുള്ളവർക്ക് അത് എന്താക്കാൻ പറ്റുക, അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇനി 5ാമത്തെ നോക്കൂ, ഇമേജിനേറ്റീവ് റോൾ. ഇമേജിനേറ്റീവ് ഇമേജിനേറ്റീവ് തിങ്കിങ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും എന്താണ്, നമ്മളൊരു സാങ്കല്പികമായ ചിന്തയിലൂടെ സഞ്ചരിക്കണം. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ എവിടുന്ന് വരികയാണ്, നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ഏതോ പേജിലെ ബുക്കിലെ ഇത്രാമത്തെ പേജിലെ വാക്കുകളാണോ പറയുന്നേ? അല്ല, നമ്മളുടെ എവിടെയുണ്ട്, ബ്രെയിനിലുണ്ട്. ബ്രെയിനിൽ തന്നെ എവിടെയുള്ളത്, കോർട്ടെക്സിലാണ്. ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നത് ബ്രെയിനിൽ ഏത് ഭാഗത്താണ്, കോർട്ടെക്സിലാണ്. എവിടെയാണ്, കോർട്ടെക്സിലാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഇമേജിനേറ്റീവ് തിങ്ക് അല്ലെങ്കിൽ ഇമേജിനേറ്റീവ് റോള് നമ്മളിൽ ഉണ്ടാകണം. നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ ഇങ്ങനെ എന്താണ് ഒഴുക്കോടുകൂടി പുറത്തേക്ക് വരാൻ കഴിയണമെങ്കിൽ നമ്മളിൽ എപ്പോഴും എന്തുണ്ടാവണം, ഒരു ഭാവനാത്മകമായ റോൾ ഉണ്ടാകണം. ഭാവന അവിടെ ചില കാര്യങ്ങളാണ് നമുക്ക് പറയാം. മറ്റൊരു സാന്ദർഭികമാണ്. ഒരാളെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചോദിക്കും? അല്ലെ, അന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഞാൻ ഇന്ന് എന്റെ വീടിന്റെ ഗേറ്റ് കടന്ന് റോഡിലെത്തിയാൽ ഒരാളെ കാണും. അപ്പോൾ അയാളെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം, ഇനി അവരെന്നോട് ചോദിച്ചാൽ അതിന് പറയേണ്ട ഉത്തരം എന്ന് പറഞ്ഞ് വൈഹാട്ട് പഠിച്ചു പോവുക ആണോ? സാന്ദർഭികമാണ്. എന്താണ്, സിറ്റുവേഷണലാണ്. അപ്പൊ സിറ്റുവേഷണലായിട്ട് നിങ്ങൾക്ക് എന്താണ് ഇമേജിനേറ്റീവ് എന്തുണ്ടാണോ, പവർ ഉണ്ടാകണം അല്ലെ? അവിടെ കാണുന്ന വ്യക്തിക്കും സന്ദർഭത്തിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. യെസ്. അടുത്തത് റെപ്രസെന്റേഷണൽ റോൾ. റെപ്രസെന്റേഷണൽ റോൾ. ഇതൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറയണം. നിങ്ങൾ സംസാരിക്കുന്ന കാര്യം അത് വാക്കാലും സൗണ്ടാലും പ്രതിനിധീകരിക്കാൻ പറ്റണം. ഉദാഹരണത്തിന് പെൻ, PEN, പെൻ എന്ന് പറയുമ്പോ അതിനൊരു റെപ്രസെന്റ് ഇല്ലേ? എന്താ പെൻ എന്ന് പറഞ്ഞാല് ഉടൻ തന്നെ നിങ്ങൾ മനസ്സിലേക്ക് എന്ത് വരണം, പെൻ അല്ലെ? നിങ്ങൾക്ക് മാത്രം വന്നാൽ പോരെ, കേൾക്കുന്നയാൾക്ക് എന്ത് വരണോ? യെസ്. അപ്പൊ PN, പെൻ എന്ന് പറയുമ്പോൾ അതിനൊരു റെപ്രസെന്റേഷൻ എന്തുണ്ട്, റോൾ ഉണ്ട്. അത് അക്ഷരങ്ങൾ കൊണ്ടും ആ പറയുന്ന വാക്കിന്റെ ഒരു രൂപം കൊണ്ട് എന്ത് ചെയ്യണോ, നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയണം. അതിനാണ് എന്ത് പറയാ, അതിനെ കൊണ്ടാണ് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ A4, B4, C4, D4, E4, F4, G4,
ഓക്കെ അല്ലെ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റണം. അങ്ങനെ പറയുമ്പോ ഓ എ ഫോർ ആപ്പിൾ, ആ ആപ്പിൾ അല്ലെ. ഒരേ സമയത്ത് എന്താണ് സൈക്കോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി ഫിനോമിനാണ് പ്രവർത്തിക്കുന്നത്. ഇതിനാണ് പറയാ സൈക്കോസോമാറ്റിക്. എന്താ പറയാ? സൈക്കോസോമാറ്റിക് ഫിനോമൻ. എന്താ സൈക്കോസോമാറ്റിക് ഫിനോമൻ എന്ന് പറഞ്ഞാൽ? ഒന്ന് മനസ്സിനെ, സൈക്കോ എന്ന് പറഞ്ഞാൽ മനസ്സ്, സോമാറ്റിക് എന്ന് പറഞ്ഞാൽ ബോഡി. അപ്പൊ ഈ രണ്ടിനെയും എന്താണ് ടച്ച് ചെയ്യണം. നമ്മൾ പറയുന്ന, കേൾക്കുന്ന, അറിയുന്ന, ചിന്തിക്കുന്ന, പറയുന്ന, പറയാൻ പോകുന്ന, പറഞ്ഞ ഓരോ വസ്തുതയും എന്താണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെ എന്താക്കണോ? നമ്മൾ എന്താക്കണോ? ടച്ച് ചെയ്യണം. അതിന് നമുക്ക് പറഞ്ഞ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ എന്താണ് റെപ്രസെന്റേഷണൽ റോൾ. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കവിത ചൊല്ലിക്കൊടുക്കാണ്. ഒരു കവിത, ഒരു പൂവിനെ പറ്റിയുള്ള കവിതയാണ്. I want lonely as a cloud that floats on high over vales and hills, when all at once saw a crowd, a host of golden daffodils. എന്തിനെ പറ്റിയ പാടിയേ? ഡാഫോഡിൽസ്, പൂക്കളെ പറ്റിയാണ് പറയല്ലേ. കവി ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഡാഫോഡിൽസ് പൂക്കളെ പോലെ അയാൾ ഇങ്ങനെ മേഘത്തിനെ പോലെ ഇങ്ങനെ ആകാശത്തേക്ക് പോയി, അപ്പോൾ താഴെ ഇങ്ങനെ എന്ത് വിടർന്നു നിൽക്കുന്നത് കാണുകയാണ്. അപ്പൊ റെപ്രസെന്റേഷണൽ റോൾ ഉണ്ടാകും. മനസ്സിലായി? ഏതൊരു കാര്യം പറയുമ്പോഴും ആ ശബ്ദത്തിനും ആ അർത്ഥത്തിനും ഒരു രൂപം ഉണ്ടാകണം. അപ്പൊ നമ്മൾ പറയാം ഫാൻ. ഫാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ഫാൻ എന്ന് പറയുന്ന രൂപം വരുന്നില്ല വിചാരിക്കാം. അതിന്റെ അർത്ഥം എന്താ? കോഗ്നിറ്റീവ് പ്രോബ്ലം. എന്താണ് കോഗ്നിറ്റീവ് പ്രോബ്ലം? എന്താണ് കോഗ്നീഷൻ? ഏതൊക്കെയാണ് കോഗ്നീഷനാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഫീലിങ്സ്, ഇമോഷൻസ്, തോട്ട്, തിങ്കിങ്, അതേപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്. ഇതാണ് പ്രോബ്ലം. ഇപ്പൊ നിങ്ങൾ എഴുതിയാണ് 1 + 1 = 2. 1 + 1 = big one. 1 + 1 = more than 2. ഇത് മൂന്നും ഉണ്ട്. 1 + 1 = എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് കറക്റ്റ് നമുക്കറിയാം. ഒന്നിനോട് ഒന്ന് കൂട്ടിയാൽ എന്താണ്? 2. ഒന്നിനോട് ഒന്ന് കൂട്ടുമ്പോൾ ബിഗ് വൺ. എന്താണ്? ഫിലോസഫിയാണ്. മനസ്സിലായ? തത്വശാസ്ത്ര. ഇത് ഉപയോഗിച്ചത് ആരാന്നറിയോ? വൈക്കം മുഹമ്മദ് ബഷീർ. ഒന്നും കൂടിയാൽ വലിയൊന്ന്. മനസ്സിലായില്ലേ? യെസ്. അടുത്തേ, ഒന്നിനോട് ഒന്ന് കൂട്ടുമ്പോൾ എന്തായി മാറുന്നുണ്ട്? ഒന്നിനോട് ഒന്ന് കൂട്ടുമ്പോൾ 2 മാത്രമല്ല, ഒന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ? മോർ ദാൻ ആണ്. മനസ്സിലല്ലേ? യെസ്. അപ്പൊ ഇവിടെ ചിന്തകൾക്കാ പ്രാധാന്യം. നിങ്ങളൊരു 1 + 1 = 2 നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? കോഗ്നിറ്റീവ് പ്രോബ്ലം. കുട്ടിയോട് നിങ്ങൾ പറയാണ് ദാ താ, അപ്പം കുട്ടി പറയാണ് പാ. ബി, കുട്ടി പറയുന്നു പി. എന്താ പ്രശ്നം? ലേണിംഗ് ഡിസബിലിറ്റിയാണ്. ശരിയല്ലേ? ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ്. അപ്പൊ നമുക്ക് കുട്ടി അക്ഷരങ്ങൾ പറയുന്ന ഒക്കെ തിരിച്ചാണ്. കുട്ടിക്ക് പറയുന്നത് അങ്ങോട്ട് ഇതാകുന്നില്ല. അപ്പൊ അവരെ പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണോ? ഇതാക്കണം. അവര് താ എന്ന് പറയുമ്പോൾ കുട്ടി കാന്നാണ് പറയുന്നതെങ്കിൽ കുട്ടി തായിൽ എത്തുന്നവരെങ്കിൽ എന്ത് ചെയ്യണോ? ശ്രമിക്കണം. മനസ്സിലല്ലേ? യെസ്. അവിടെ എത്തി ആ താ എന്ന് പറയുന്ന സാധനം കോർട്ടെക്സിൽ എന്താണ്? പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആയി. മനസ്സിലല്ലേ? അപ്പം ഒരു ക്ലാസ്സിൽ 20, 30, 40 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളൊക്കെ കണ്ടറിഞ്ഞ് എന്ത് ചെയ്യണോ? പഠിപ്പിക്കണം. മനസ്സിലല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഒരേ സമയത്ത് നമ്മൾ ലാംഗ്വേജ് പഠിക്കുമ്പോ എന്താണ്? എഡ്യൂക്കേഷൻ സൈക്കോളജി കൂടി നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായി? കാരണം ലാംഗ്വേജ് എന്ന് പറയുന്നത് സൈക്കോളജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പം ഭാഷ പഠിപ്പിക്കണമെങ്കിൽ എന്ത് തന്നെ വേണോ? സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് തന്നെ വേണം. മനഃശാസ്ത്രപരമായ. നമ്മളിങ്ങനെ പറഞ്ഞ് മുമ്പിലിരിക്കുന്ന എന്താണ്? കാണാൻ കൊള്ളാവുന്ന നല്ല കുട്ടികളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ച് എന്താണ് പറയരുത്. മനസ്സിലായില്ലേ? അതേപോലെ ചിലപ്പോ എന്താണ്? നല്ല നിറമുള്ള കുട്ടികളുണ്ടാകും, നല്ല നിറമില്ലാത്ത കുട്ടികളും ഉണ്ടാകും അല്ലെ? നമ്മൾ ഏറ്റവും നിറമുള്ള കുട്ടികൾക്കും നിറമില്ലാത്ത കുട്ടിക്കും ഒരേ എന്ത് കൊടുക്കണോ? അതെ, ഇതിന് പറയാ പാർഷ്യാലിറ്റി എന്നാണ്. ക്ലാസ്സിൽ ഒരിക്കലും നമ്മൾ എന്ത് കാണിക്കരുത്? കാരണം കുട്ടി, ഫോർ എക്സാമ്പിൾ, നമ്മൾ സാധാരണഗതിയിൽ കറുപ്പിനും വെളുപ്പിനും ഒന്നൊക്കെ എന്ത് വ്യത്യാസമില്ലേ? പക്ഷെ നമ്മൾ സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് എടുക്കുമ്പോൾ സാധാരണഗതിയിൽ എന്താണ്? നല്ല വെളുത്ത കുട്ടികൾ കാണുമ്പോൾ നമുക്ക് എന്ത്
അപ്പൊ ടീച്ചർക്ക് എന്താണ് കൊഞ്ചിക്കലെന്ന് കൂടുതലോ എന്തൊക്കെയാണ് നല്ല കുപ്പായാണല്ലോ ഉടുപ്പാണല്ലോ എന്നൊക്കെ പറഞ്ഞതാക്കലോ. മറ്റേ കുട്ടിയെ കാണുമ്പോ അങ്ങോട്ട് ഇരുന്നോ, ആ മനോഭാവം ഉണ്ടായിരുന്നേ. എന്നാൽ നിങ്ങൾ ആ കുട്ടിക്ക് ആ കൺസിഡറേഷൻ ഒന്ന് കൊടുത്തു നോക്കൂ അല്ലെ. ഇതാരാണ് വന്നത്, ചിഞ്ചിക്കുട്ടി അല്ലെ, ഹോംവർക്കൊക്കെ ചെയ്തോ മോൾ ഇരിക്കി പറയുമ്പോ കുട്ടിക്ക് കിട്ടാത്തൊരു സാധനം എവിടുന്ന് കിട്ടി? കുട്ടിക്ക് ഇതുവരെ കിട്ടാത്തൊരു സാധനം കുട്ടി നിങ്ങളുടെ ക്ലാസ്സിൽ വന്നപ്പോ കിട്ടി. എന്താ കിട്ടിയെന്നറിയോ? കൺസിഡറേഷൻ. എന്താ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ? ലവ് എന്ന് പറയുന്ന വാക്കുണ്ടായത് ഏതെന്നാണെന്നറിയോ? കൺസിഡറേഷൻ എന്ന് പറയുന്ന വാക്കെന്താണ് ലവ് എന്ന് പറയുന്ന വാക്കുണ്ടായത്. എന്താ ലവ് എന്ന് പറഞ്ഞ അർത്ഥം? പരിഗണന. അങ്ങോട്ടുള്ള പരിഗണന, ഇങ്ങോട്ട്. അച്ഛനും അമ്മ പോലും എന്താ, കുട്ടി എന്താണ് വളരെ കറുത്ത് സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയ്ക്ക് എന്താണ് അതിനോട് വലിയൊരു ഇഷ്ടം തോന്നിയില്ല. മനസ്സിലല്ലേ? അപ്പം കുട്ടീനെ എന്താണ് അമ്മ പോലും എന്താക്കലുണ്ടായില്ല, ലാളിക്കലോ സ്നേഹിക്കലുണ്ടായില്ല. പക്ഷെ ആ കുട്ടിക്ക് നിറഞ്ഞ് കവിഞ്ഞെന്താണ് തന്റെ മകളെ പോലെ സ്നേഹം ആര് കൊടുത്തു? കുട്ടിക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, കുട്ടി നന്നാവും, കുട്ടിക്ക് എന്താണ് ദിവസവും ക്ലാസ്സിൽ ഒരു കുട്ടി ഭയങ്കരമായിട്ടുള്ള എന്താണ് ഇമാജിനേറ്റീവ് പവറിലേക്ക് പോകണം. അത്തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ ചേഞ്ചിലേക്ക് ടീച്ചേഴ്സിന് മാറാൻ കഴിയണം. മനസ്സിലല്ലേ? സോ എ ടീച്ചർ ഈസ് നോട്ട് ഓൺലി എ ടീച്ചർ, പ്രത്യേകിച്ച് എ മോണ്ടിസോറി ടീച്ചർ ഇസ് എ മൾട്ടിപ്പിൾ റോൾ എന്നാണ്. ഒരു മോണ്ടിസോറി ടീച്ചർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ റോൾ. ഒരു മോണ്ടിസോറി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ മാത്രമല്ല, അവരാരാണ്? മദറാണ്, അമ്മയാണ് അല്ലെ, പ്ലേമേറ്റ്സ് ആണ്, കൂട്ടുകാരിയാണ് അല്ലെ. ഇങ്ങനെയുള്ള ഒരുപാട് റോളുകൾ ആർക്കുണ്ട്? യെസ്. അങ്ങനെ ഉള്ളൊരു ഇതില് നമ്മൾ, അല്ലാതെ നമ്മൾ കുറെ ഇങ്ങനെ എന്താണ് പുറത്തോടെ പോലെ പുറത്തോടെ പോലെ ക്യാമറ അങ്ങനെ ഒരു മൾട്ടിപ്പിൾ റോളിലൂടെ നമ്മൾക്ക് ആക്കാൻ പറ്റണമെങ്കിലൊക്കെ എന്ത് വേണം? ഈ ഭാഷയാണ് അല്ലെ. നമ്മൾ പറയാം എല്ലാം അവിടെ ഉപയോഗിച്ച ഭാഷയാണ് പ്രശ്നം എന്നറിയില്ല. നിങ്ങൾ നോക്കിയോ, എവിടെ എന്ത് പ്രശ്നം ഉണ്ടായിക്കോ അവിടെ ഉപയോഗിച്ച് എന്തിനായിരിക്കും പ്രശ്നം? ഉപയോഗിച്ച ലാംഗ്വേജ്. അത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഒന്ന് നോക്കിയാൽ കമ്മ്യൂണിക്കേഷൻ ഫാമിലി പ്രോബ്ലങ്ങളിലൊക്കെ എന്തായിരിക്കും കാരണം? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായി അല്ലെ. അപ്പൊ അല്ലെങ്കിൽ വേറെ അടുത്ത് എന്താണ് ഉപയോഗിച്ച വാക്കായി. യെസ്. അപ്പൊ അവിടെയാണ് നമ്മൾ പറഞ്ഞ ഏതാണ് റോള്? റെപ്രസെന്റേഷണൽ റോൾ. അടുത്തത് ഹ്യൂറിസ്റ്റിക് റോൾ. ഹ്യൂറിസ്റ്റിക് റോൾ എന്താണ്? ഹ്യൂറിസ്റ്റിക് റോൾ എന്ന് പറഞ്ഞാൽ ദി ടേം ഹ്യൂറിസ്റ്റിക് ഡിഫൈൻഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ്. ഇത് ഗ്രീക്ക് വാക്കിൽ നിന്നുണ്ടായതാണ്. ഗ്രീക്ക് വാക്കാണ് ഹ്യൂറിസ്റ്റിക്. ഹ്യൂറിസ്റ്റിക് അതിൽ എഴുതിക്കണം HEURIAKEIN. എന്താ വായിക്ക? HEURIAKEIN. എന്താ വായിക്ക? ഹ്യൂറിയാക്കാൻ. ഇതാണ് ഹ്യൂറിയാക്കാൻ. യെസ്. എന്താ ഇതിന്റെ അർത്ഥം? ഇതൊക്കെ വിച്ച് മീൻസ് ഐ ഡിസ്കവർ, ഐ ഫൈൻഡ്. I discover, I find. I discover, I find. എന്താ ഐ ഡിസ്കവർ എന്ന് പറഞ്ഞാൽ? എന്താ? ഞാൻ കണ്ടുപിടിച്ചു അല്ലെ, ഞാൻ കാണുന്നു. യെസ്. അപ്പൊ ആ കാണാനുള്ള എന്തുണ്ടാകണോ? കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ആർജിച്ച് കാണാനുള്ള പെർഫോമൻസ് ആർക്കുണ്ടാകണോ? നമുക്കുണ്ടാകണം. അതിനെയാണ് എന്തെന്ന് പറയാ? ഹ്യൂറിസ്റ്റിക് റോൾ എന്ന് പറയാം. യെസ്. ഓക്കെ. യെസ്. അപ്പൊ എത്ര റോളുകൾ വന്നു? മൊത്തം 7. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഇൻസ്ട്രുമെന്റൽ റോൾ. അതിന്റെ എന്താണ് ഇൻസ്ട്രുമെന്റൽ റോൾ എന്ന് പറഞ്ഞാല്? വിഷയം പറയണെങ്കിൽ അതിന്റെ എന്താ സാന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഭാഷയാണ് അല്ലെ. എന്ന് വെച്ചാൽ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ജീവിതത്തിൽ, നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് എന്ത്? ലാംഗ്വേജ്. അടുത്ത രണ്ടാമത്തെ റെഗുലേറ്ററി റോൾ. എന്താ റെഗുലേറ്ററി റോൾ എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ എന്താണ് മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് റെക്കോർഡിലേക്ക് എഴുതണമെന്നുള്ളൂ. പിന്നെ ഉള്ളത് ഇതിന്റെയൊക്കെ വൺ വേർഡ് ഞങ്ങളോട് എന്താക്കുള്ളൂ ചോദിക്കും. യെസ്. അപ്പം ഹ്യൂറിസ്റ്റിക് റോളിന്റെ റെഗുലേറ്ററി റോൾ എന്ന് പറഞ്ഞാൽ എന്താ?
ബിഹേവിയറൽ ആണ്. അടുത്ത മൂന്നാമത്തെ ഇന്ററാക്ഷണൽ റോൾ. എന്താ ഇന്ററാക്ഷൻ? ഐ കോണ്ടാക്റ്റോട് കൂടി എന്ത് ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണോ, പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റണം. അടുത്ത നാലാമത്തെ പേഴ്സണൽ റോൾ. എന്താ പേഴ്സണൽ റോളിന്റെ പ്രത്യേകത? അതിനെന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ, പേഴ്സണൽ സ്റ്റൈൽ. യെസ്, നമുക്ക് വ്യക്തിപരമായിട്ടുള്ള എന്തുണ്ടാകോ, ഒരു സ്റ്റൈൽ ഉണ്ടാവും. യെസ്. അടുത്ത ഇമേജിനേറ്റീവ് റോൾ. ഇമേജിനേറ്റീവ് റോളിൽ വരുന്ന എന്തൊക്കെയാ? എഴുതുക, അതേപോലെ തന്നെ സംസാരിക്കുക, കഥ പറയുക, അതൊക്കെ വേണം എഴുതിച്ചൂടെ. റിട്ടണ്, ഒറേറ്ററി. ഒറേറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? പ്രസംഗിക്കാം. ഒറേറ്ററി, സ്റ്റോറി ടെല്ലിങ്, കഥ പറയുക. ഇങ്ങനെ ഭാവനാത്മകമായ ലോകത്തിലൂടെ നമുക്ക് എന്താണ്, ഭാഷയായിട്ട് സഞ്ചരിക്കാൻ പറ്റണം. അപ്പൊ നിങ്ങളോട് പറയാണ്, ഒരു സംസാരിക്കാൻ പറയാണ്. അയ്യോ, ഓക്കെ, ആദ്യം നിങ്ങൾക്ക് ഒറേറ്ററി ഇത് വേണ്ടേ? വേണ്ട. പ്രസംഗിക്കൂ. ഇന്ന് ആഗസ്റ്റ് 15 വിചാരിക്കാം, 2 വാക്ക് സംസാരിക്കും. മലയാളത്തിൽ പറഞ്ഞാൽ മതി. അധികം ആലോചിക്കാം, പെട്ടെന്ന് പറയും. അപ്പൊ എങ്ങനെയാ തുടങ്ങുക നമ്മള്? ഇപ്പൊ ഇംഗ്ലീഷിലാണ് നമ്മൾ പറയുന്നത്, റെസ്പെക്റ്റഡ് ടീച്ചർ, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പാൾ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, നൗ വി ആർ സെലിബ്രേറ്റിംഗ്. എന്താണ്? ടുഡേ വി ആർ സെലിബ്രേറ്റിംഗ്. എത്രയാണോ അത്ര എന്താണ് ഇൻഡിപെൻഡൻസ് ഡേ, അല്ലെ? ഇറ്റ് ഈസ് എ മാഗ്നിഫിഷ്യന്റ് ഡേ, അല്ലെ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് എ പ്രോമിനന്റ് എന്ന് പറയാം, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ പറയാം, ഇന്നെന്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന ആഘോഷമാണ്, നമ്മൾ എല്ലാവരും സന്തോഷവാന്മാരാണ്, അതിനേക്കാൾ നമ്മൾ എന്താണ് വളരെയധികം ആഹ്ലാദചിത്തരാണ്, അല്ലേ? നമ്മുടെ രാജ്യത്തിന് ലഭിച്ച ഈ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു. ധീര രക്തസാക്ഷികളുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ മുമ്പില് ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കരുത്തോടുകൂടി നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള എല്ലാ ചങ്കൂറ്റവും നമുക്ക് ഉണ്ടാകും. വാക്കിങ്ങനെ എന്താകണോ? അപ്പൊ അത് നമുക്ക് പറയാനുള്ള ഒരു ഇതുണ്ടാവണം, അല്ലെ? എന്താ പറഞ്ഞു? എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ. ഓണത്തിനെ പറ്റി പറഞ്ഞു. ഓണം നമ്മൾ വാക്ക് നമ്മൾ അതിനെ ഫോർമലായിട്ട് പറയാ, അത് ഫോർമലായിട്ട് അങ്ങ് പറയാം. ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ ഓണം മലയാളികളുടെ ദേശീയോത്സവമാണല്ലോ, അല്ലെ? കുട്ടികളെല്ലാവരും ഓരോ നിറത്തിലുള്ള പൂക്കൾ പറിച്ച് ഗ്രഹാങ്കണങ്ങൾ എന്ത് ചെയ്യുന്നു, അതാക്കുന്നു. ഓണം എല്ലാവരും ജാതി മത വർഗ ഭേദം എല്ലാവരും ആഘോഷിക്കുന്നു. അത് ലോകത്തിന്റെ ഒരു ആഹ്ലാദമായി അത് മാറുന്നു, അല്ലെ? വരുന്നു പറയും. ടീച്ചേഴ്സ് ഡേ. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പേരിലാണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ. യെസ്, ഓക്കെ, ശരി. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന വാക്കങ്ങ് പറഞ്ഞു തുടങ്ങും. പോസ് പാടില്ല. എന്താ വെച്ചാൽ ആലോചിച്ചിരിക്കണം, മനസ്സിലായോ? ഇനി ആലോചിച്ചൊക്കെ നിങ്ങൾക്ക് പറയാം. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു മൈക്ക് സ്പീച്ച് ആണെങ്കിൽ അത്തരത്തിലുള്ള എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ താക്കാം. അതിനൊരു സ്റ്റൈൽ ഉണ്ടാകണം, മനസ്സിലല്ലേ? അല്ലാത്തടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യണോ, നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യുക, സ്പീഡിൽ അങ്ങോട്ട് പറഞ്ഞോളൂ ഉള്ള കാര്യം. അത് നമ്മൾ റിട്ടേൺ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. എങ്ങനെ പറഞ്ഞാൽ മതി? ഓറലായിട്ട്. എന്താ ഓറൽ എന്ന് പറഞ്ഞാൽ? സാധാരണ സംസാര ഭാഷയായിട്ട് പറഞ്ഞാൽ മതി. യെസ്, ഓക്കെ. അപ്പൊ ആ സ്റ്റൈലും ഉണ്ടാണ്. ഇനി അടുത്ത ഏതാണ് പറഞ്ഞത്? റെപ്രസെന്റേഷണൽ റോൾ. എന്താണ് റെപ്രസെന്റേഷണൽ റോൾ എന്ന് പറഞ്ഞാൽ? പറയുന്ന വാക്കിന് അക്ഷരമുണ്ടാകണം, ശബ്ദമുണ്ടാകണം, ഒപ്പം തന്നെ നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ രൂപം ആർക്ക് എന്താക്കാൻ പറ്റണോ? കാണാനും പറ്റണം, മനസ്സിലാകണം, അല്ലെ? പെന്ന് എന്ന് പറയുമ്പോ നമുക്ക് മനസ്സിലാകണം ഇതാണ് പെന്ന്. യെസ്, അതിനൊരു പ്രാതിനിധ്യം ഉണ്ടാകും. അടുത്തേ ഹ്യൂറിസ്റ്റിക് റോൾ. എന്താ ഹ്യൂറിസ്റ്റിക് റോൾ എന്ന് പറഞ്ഞാൽ? ഐ ഡിസ്കവർ, ഐ ഫൈൻഡ് എന്ന് വെച്ചാൽ നിങ്ങളാണ് കണ്ടെത്തുന്നത് ഭാഷയിൽ, മനസ്സിലായി? വിത്ത് ലാംഗ്വേജ്, ഭാഷയിലൂടെ ആശയങ്ങൾ സ്വന്തം കണ്ടെത്തുന്നതിനാണ് ഇത് ഹ്യൂറിസ്റ്റിക് എന്ന് പറയാം. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് ഇത് തരികയാണ് കാറ്റ്. എന്താ നിങ്ങളുടെ ഹ്യൂറിസ്റ്റിക് കപ്പാസിറ്റി ഒന്ന് പരിശോധിക്കാൻ പോകുക. കാറ്റിനെ പറ്റി 2 വരി ചെയ്ത് ഇത് വരി ചെയ്ത് നിങ്ങൾ കാറ്റിനെ പറ്റി 2 വരി ഉണ്ടാക്കും. ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയുന്ന പോലെ ഉണ്ടായി.
കവിത എഴുതുമ്പോൾ എപ്പോഴും എന്താണ് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതാം. ആ കവിത രണ്ട് കവിതേന്റെ ലൈന് പോലെ സാധാരണ സിമ്പിൾ വേർഡ്സിലങ്ങ് എഴുതിയാൽ മതി. കാരണം കുട്ടിക്ക് നിങ്ങൾ ഒരു വാക്ക് എടുത്തിട്ട് കുട്ടിയോട് പറയേണ്ടി വരും എന്ത് അതിനെപ്പറ്റി ഒരു 2 വരി എഴുതാൻ പറയേണ്ടി വരൂ. അങ്ങനെ ആ ഒരു കപ്പാസിറ്റി ആദ്യം ആർക്ക് വേണോ? നിങ്ങൾക്ക് വേണ്ടേ? യെസ്, ഓക്കെ, അത് മതി. പറ, നീ എഴുതി പറഞ്ഞാൽ മതി. എന്താ പേര്? ഒന്നാമത് ഒരു വരി പറയൂ. ഐ ഹാവ് എ കാറ്റ്. അത് നല്ലൊരു ഇതാണ് അല്ലേ? ഐ ഹാവ് എ കാറ്റ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ എഴുതിയ സാധനമാണ്. പക്ഷെ അത് നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ അതിനെന്തുണ്ട്? ഒരു സ്റ്റൈൽ വരണ്ടേ? ഐ ഹാവ് എ കാറ്റ്. ഓ അങ്ങനെ എന്താണ് പെർഫോമൻസ്? ആ പെർഫോമൻസിലൂടെ എന്ത് വന്നു? റെപ്രസെന്റേഷൻ അടക്കം വന്നു. പിന്നെ എ ക്യൂട്ട് കാറ്റ് ഇൻ മൈ ഹോം. എന്താണ്? ഒരു സുന്ദരനായ അല്ലെ സുന്ദരിയായിട്ടുള്ള എന്താണ് ഒരു പൂച്ച എന്റെ വീട്ടിലുണ്ട്. ഇനി എഴുതിയ എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ഐ ഹാവ് എ സ്മോൾ കാറ്റ്. അല്ലെ, എനിക്കൊരു എന്തുണ്ട്? ചെറിയ പൂച്ചയുണ്ട്. മനസ്സിലല്ലേ? ഇങ്ങനെ നമുക്ക് എന്തു എഴുതാം. മനസ്സിലെ? അങ്ങനെ നമുക്ക് എന്താണ് ഇമേജിനേറ്റ് റിട്ടൺ ആയിട്ട് എഴുതാനൊക്കെ ഉള്ള ഒരു കഴിവ് നമുക്ക് എന്താണ് നമ്മുടെ എന്തുപയോഗിക്കാന്ന് അർത്ഥം? ഭാവന ഉപയോഗിക്കും. ഇന്റർവെൽ പറയണേ. ഇന്റർവെൽ സമയം എത്രയും സമയം ടൈം? സമയം എത്രയാണ്? 12:45. ഇന്റർവെൽ വേണ്ടായോ? പറഞ്ഞ ഒരു 5 മിനിറ്റ് ഇന്റർവെൽ. പോലെ വരാ. പക്ഷെ ഒരു 5 മിനിറ്റ് ഇന്റർവെൽ കൊടുക്കണ്ടേ? നോക്കാം. എന്റെ ഇടയ്ക്ക് ഇവിടെ ആരൊക്കെ ഒന്ന് അതിലോട് ചാടി വീണിക്ക്. അതിന്റെ ക്യാമറ കുടുങ്ങിയിട്ടുണ്ടാവും. നോക്കണം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്.